ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വ്ളോഗൊന്നും എടുത്തില്ല. ഇത് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ ചത്താണ് കയറിയത്. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചത്ത് പണ്ടാരടങ്ങി കയറിയെന്ന്. ഒന്ന് ആ പനിയായിട്ട് നല്ലോണം വീഡിയോ എടുക്കുക, എങ്ങനെയും ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ജസ്റ്റ് നിങ്ങൾ പോയി കണ്ടു നോക്കൂ. സൺഡേ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ, വെള്ളിയാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള വ്ളോഗ് ഞാൻ ഇന്നാണ് ഇട്ടത്. സോ ഗോ ആൻഡ് വാച്ച് മൈ വീഡിയോ. ഹേ ഗായ്സ്, രാവിലത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റ് വെറുതെ 10-11 മണിയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. കുറച്ച് പൂജാ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ നേരെ പോയി കട്ടൻ ജ്യൂസ് മേടിച്ചു കൊടുത്തു. എനിക്ക് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കുടിച്ചു. പക്ഷേ തണുപ്പായതുകൊണ്ട് ഒരുപാട് കുടിച്ചില്ല. ഒന്നാമത്തെ പനിയും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അതുകൊണ്ട് ഞാൻ അധികം കുടിക്കാൻ നിന്നില്ല. അവനും മതിയായിരുന്നു. അപ്പം ഞാൻ അവനെ കൊണ്ട് ഒന്നുകൂടെ കുടിപ്പിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഞാൻ ആദ്യമായിട്ടോ വണ്ടിയിൽ നിന്ന് ക്യാമറയിൽ ഇതെടുക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവനോട് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കി, പക്ഷെ ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ നിർത്തി. ഇതെൻ്റെ സിംബക്കുട്ടി പിണങ്ങിയിരിക്കുമോ ഗൈസ്. ഞാൻ രാവിലെ വന്ന് അവൻ്റെ അടുക്ക കുറച്ച് നേരം നിന്നിട്ടാണ് പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവൻ്റെ അടുക്ക ഞാൻ നിന്നില്ല. അതുകൊണ്ട് പിണങ്ങി മാറിയിരിക്കുക. നോക്കത്തില്ല, എടുക്കത്തില്ല, എൻ്റെ കൈ വരത്തില്ല. കുറച്ച് നേരം നോക്കി നിൽക്കും, പിന്നെ മോന്തിരിക്കും. ഇത് തന്നെ പരിപാടി. ഞങ്ങൾ നോക്കി ഇന്ന് ഞാൻ ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണോയെന്ന് അറിയത്തില്ല, ഞാൻ ഉമ്മ കൊടുക്കാൻ വേണ്ടി ചെന്നിട്ട് ഓടി അവൻ നിന്ന് ആ ഹെൽമെറ്റിൻ്റെ ഇതൊക്കെ കണ്ട് കൊണ്ടുവന്ന് തോന്നുന്നു. പിന്നെ അതെൻ്റെ അയ്യോ എനിക്ക് വയ്യേ, ഞാൻ കിടക്കുവാന്ന് പറഞ്ഞു ഒറ്റ കിടക്കും. 2 ദിവസം കൊണ്ട് വയ്യ പുള്ളിക്ക്. അങ്ങനെ ഉച്ചക്കലത്തെ ഊണും കഴിച്ച് അവിടെ മാറി കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ച് TV ഓണാക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും TV ഓണാക്കിയത് ഞാൻ കണ്ട്. പിന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. പിന്നെ എഴുന്നേറ്റ് ഫോൺ നോക്കിയപ്പോൾ ഫോണിൽ ചാർജില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. പനി നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോഴും സൗണ്ട് മാറിയിട്ടില്ല. ചാർജില്ല, ചാർജും കുത്തിക്കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ അവിടെ പോയിട്ട് ഹോസ്പിറ്റലില്ലായിരുന്നു. പിന്നെ ATM കയറി എൻ്റെ കുന്തുവിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അങ്ങനെ കുന്തുവിനെ കൂട്ടി. കുന്തു പറഞ്ഞ പനി എന്തായാലും കുറവില്ലല്ലോ. മാമനെ വിളിച്ചപ്പോൾ ഒരു ഒറ്റമൂലി എന്താണ്ടോ പറഞ്ഞു കൊടുത്തു. അതിനുള്ള പോക്കായത്. അമ്പലത്തിനകത്ത് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ വൈദ്യശാലയിൽ കയറി. അവിടെ നിന്ന് ഒരു മരുന്ന് ചോദിച്ചു. എന്തോ ഒരു ചൂർണും രണ്ടോട് ചേർത്ത് തേയില ചാവച്ച പനിയൊക്കെ പമ്പ കിടക്കുമെന്ന് പറയണേ. ഒന്ന് താലീസ് ചൂർണവും പിന്നെ കർപ്പൂരാതി ചൂർണവും. മാമൻ്റെ ടെക്നിക്കാ, വർക്കാവുമെന്നറിയില്ല. ഞാൻ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചാലിച്ച് തന്നിട്ട്. അത് മാറുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നാണ് കുറേ കണ്ണന്മാരെ കണ്ടത്. അവിടെ വന്നാലും വേറൊരു ഫീലാട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് കുന്തുവിനെ വെച്ചോണ്ട് ഞാൻ വീഡിയോ എടുത്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇല്ല, പെട്ടെന്ന് തന്നെ ഞാൻ താത്തു വെച്ചു, കാരണം എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ തീർന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും താക്കോല് കണ്ടില്ല ഗൈസ്. താക്കോൽ എവിടെ വെച്ചെന്ന് എനിക്കും ഓർമ്മയില്ല, അമ്മയ്ക്കും ഓർമ്മയില്ല. സത്യത്തിൽ താക്കോൽ എൻ്റെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. പിന്നെ അയാൾ എന്തോ പിച്ചുമായി പറയുന്നത് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ഇടുന്നു. പിന്നെ കൊണ്ടുപോയി കാണിച്ചിട്ടൊന്നും കണ്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒറ്റമൂലി എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി അമ്മ അവിടെ നിന്നു. ഞാൻ താക്കോൽ എവിടെ വെച്ചെന്ന് ഓർമ്മയും കണ്ടില്ല. ലാസ്റ്റ് അമ്മ വന്ന് ചീത്ത വിളിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്തത് വണ്ടിക്കകത്തുണ്ടായിരുന്നു താക്കോൽ. പിന്നെ പോയി വണ്ടിയുടെ താക്കോലി എടുത്ത് അമ്മേനെ നോക്കി അവിടെ നിന്ന് ഒരുമിച്ച് അകത്ത് കയറി. ഞാനെന്നാ എൻ്റെ റൂമിലോട്ട് പോവാണ്. ഇതാണ് എൻ്റെ റൂം. സൺ കിസ്ഡ് എന്നെയല്ല, എൻ്റെ കട്ടനെ സൺ കിസ് ചെയ്ത്. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാം. കുളിച്ച് അപ്പുറത്ത് കെട്ടുമുറുക്കാം. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ ഓണ്ടറി. അങ്ങനെ ഗൈസ്, കുളിക്കാൻ അവന്മാർ നല്ലോണം സമ്മതിച്ചില്ല. ഒരിടത്ത വയൽ 2 അവന്മാരോട് വന്ന് അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുളിച്ചും പെട്ടെന്ന് ഇറങ്ങി. മുടി പോലും ഞാൻ ഒതുക്കിയില്ല, നേരെ അമ്പലത്തിലേക്ക് വിട്ടു. കണ്ണൻ എന്നോട് പറഞ്ഞ ആവശ്യമില്ല വീഡിയോ എടുത്തൊക്കെ വ്ളോഗ് ചെയ്തിട്ട് കൊല്ലുമൊക്കെ എന്നൊക്കെ എന്തോ പറഞ്ഞു. അവന്മാരറിയത്തില്ലല്ലോ ഞാൻ ഇത് യൂട്യൂബിൽ ഇടാനാണെന്ന്, പണ്ടന്മാർ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ദേക്ഷ്യമ്പലത്തിൽ വന്നേക്കാണ്. ആദ്യ വർഷം തന്നെ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് അവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവൻ ഒറ്റടുത്തും കാരണമാണ് അത് പറ്റിയത്. ഇല്ലെങ്കിൽ ഞാൻ വഴിക്ക് പോകാറില്ല എന്ന് വെച്ചാൽ എനിക്കതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ കത്തിച്ച് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ വന്ന് കത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പോയി തിരിച്ചു വന്നു. നേരെ കെട്ടുമുറുക്കാൻ വേണ്ടി പോവാണ്. അവൻ്റെ 8:30 ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞെന്തോ. അങ്ങനെ എല്ലാവരും എത്തി. വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യാണ്.
അപ്പം സ്വാമി എത്തി. സ്വാമി അതെല്ലാം ഒതുക്കി എല്ലാം ആക്കി കൊടുക്കാതെ ഞങ്ങളെല്ലാം പുറത്തെത്തിക്കായിരുന്നു. കുറേ ചടങ്ങുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അവൻ വ്ളോഗ് എടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അവൻ എല്ലാത്തിനും പോസ്റ്റ് ചെയ്ത് തരുന്നത്. മനസ്സിലൊന്നും തോന്നുന്നില്ല. പിന്നെ ആദ്യമേ എൻ്റെ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒതുക്കി. പിന്നെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് കണ്ടോളാം. എനിക്ക് പറഞ്ഞു തരാൻ അവകാശത്തിന് കൊണ്ടാണ് ഞാൻ കണ്ടോളാം പറഞ്ഞത്. കർപ്പൂരസ്വാമി എന്നാണ് അവൻ്റെ പേര് വീണത്. തേങ്ങ നിറയ്ക്കാനും ശരണം വിളിക്കാനും അവൻ മെയിനായിരുന്നു. ആ ഇച്ചിരി ഉള്ളെങ്കിൽ ആളെ ഭീകരൻ തന്നെ. ഞാനും കുറേ നേരം ഇങ്ങനെ എത്ര ധൈര്യത്തോടെല്ലാം ചെയ്യുന്നതെന്നറിയോ. ഭയങ്കര തെളിവെക്കാരനാണ്. എന്നാൽ ചോദിക്കുന്നതിനൊക്കെ മറുപടി. പിന്നെ എൻ്റെ ഒന്നാതെ സൗണ്ടും ഇല്ല. ഇച്ചിരി സൗണ്ടിൽ ഇച്ചിരി ഇറങ്ങി ഇങ്ങനെയൊക്കെയാണ് ശരണം വിളിച്ചു. നെയ്ത്തേങ്ങ കുറച്ചു. എനിക്ക് സന്തോഷമില്ല, ഭയങ്കര സന്തോഷമില്ല. ഇപ്രാവശ്യം കണ്ണിന് നല്ല ഇതായിരിക്കും. കാരണം കുറേ പേരുണ്ടായിരുന്നു നെയ്ത്തേങ്ങ നടക്കാനായിട്ട്. അങ്ങനെ നിറച്ചു. അമ്മയ്ക്ക് എഴുന്നേറ്റ് അമ്മ കിടപ്പപ്പോൾ അതിൻ്റെ തീരെ അമ്മയ്ക്ക് ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് അവന്മാരെ ഒഴിപ്പിച്ചു. കഴിച്ചു. അങ്ങനെ എല്ലാ നിറച്ച തേങ്ങകളും അതിലേക്ക് എന്താ പറയുക സഞ്ചിയിലേക്കാക്കി അവന് ഇതാക്കി കൊടുക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഇവന് പോകാനുള്ള സമയമായപ്പോഴത്തേക്കും നേരെ അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. ആ സമയം പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഒന്നും കൊണ്ടുവരും. ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാറായി. പോകുന്നതിന് മുമ്പ് എല്ലാം മൂത്തവരുടെയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് ദക്ഷിണ മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് അവൻ ദക്ഷിണ മേടിച്ചു. പിന്നെ ഓരോരുത്തർ അതിനനുസരിച്ച് അവന് ദക്ഷിണയും കൊടുത്തു. പറഞ്ഞു വിടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കഴിഞ്ഞ് ഞാനും കൊടുത്തു. എന്നെ കണ്ടാൽ മൂത്ത എന്ന് പറയത്തില്ലെങ്കിലും അവൻ്റെ മൂത്ത ചേച്ചിയാണ് ഞാൻ. അവൻ എൻ്റെയും ദക്ഷിണ മേടിച്ചു. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് ദക്ഷിണ മേടിച്ചിട്ട് അവൻ നേരെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവൻ ശബരിമലയ്ക്ക് പോവുകയാണ് ഗൈസ്. എൻ്റെ പൂജയൊക്കെ തുടങ്ങി. എനിക്ക് കെട്ടെടുത്ത് തലയടിച്ചിട്ട് അവൻ ഐശ്വര്യമായിട്ട് ഇറങ്ങുകയാണ്. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടി കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ അങ്ങനെ അവനെ യാത്രയാക്കി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ബിയർ അങ്ങോട്ട് എടുത്ത് കുഴിച്ചും കുടിച്ചു. സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. ഹേ ഗായ്സ്, അങ്ങനെ അവൻ മഴയ്ക്കും പോയി. ഞങ്ങളിവിടെ പരിപാടിയെല്ലാം ഒതുക്കി. അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയോ പോയി. ഒരു ഞായറാഴ്ച വെറുതെ പോയി എന്ന് വേണേൽ പറയാം.
പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു ബിയറെടുത്തില്ല മാമൻ കൊണ്ട് തന്നെ അടിക്കുകയും ചെയ്തു. സുഖമായിട്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയുടെ ഞായറാഴ്ച പോയെ, നാളെ പിന്നെയും പണിക്ക് പോകണം. എനിക്കതാണ് വിഷം അവസ്ഥ. അപ്പോൾ ബൈ. അപ്പം ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വാച്ച് മീ, support me. I need your support. So, bye bye.